മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. ഈ എണ്ണം പറഞ്ഞ ടീമുകൾ ഉണ്ട്. അതിൽ യോഗ്യരായവരെ പാർട്ടി ആ സമയത്ത് ACCയും അതൊക്കെയാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരായിട്ടുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തമ്മിലടി സാധ്യത കൂടുതലല്ലേ ഈ കോൺഗ്രസിനെ പറ്റി മൊത്തത്തിലുള്ളൊരു ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയത്ത് തല്ലുപിടിക്കാതിരുന്നാൽ ഇപ്രാവശ്യം സുഖമായിട്ട് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, ഞങ്ങളുടെ മണ്ഡലത്തിലെ MLA ആണ്, പ്രതിപക്ഷ നേതാവാണ്, പറയുന്ന പോലെ നല്ല ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ നേടാൻ പറ്റും. ആ സമയത്ത് തല്ലുപിടിക്കാതിരുന്നാൽ മതി. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇത്രയും വലിയൊരു വിജയമൊക്കെ ശരിക്കും കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? എല്ലാവരും ആ ഒരു പല ഇഷ്യൂ വിവാദങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ നേടും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം ഈ ഒരു ഭരണം ആൾക്കാർക്ക് വെറുത്തു തുടങ്ങി. 2 ടൈമായില്ലേ. സാധാരണ കേരളം മാറി പറഞ്ഞിരിക്കുന്ന സമയത്ത് 2 ടൈം. പിന്നെ ഈ ഇലക്ഷൻ സ്റ്റണ്ടെന്ന് പറഞ്ഞ പോലെ വിജയിക്കാനുള്ള സാധ്യതകൾക്ക് വേണ്ടി ഇപ്പോൾ 2000 രൂപ പെൻഷൻ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഗിമ്മിക്കുകളൊക്കെ ആയിട്ട് വരും. പക്ഷേ ജനം അത് സ്വീകരിക്കാൻ വഴിയില്ല ഈ പ്രാവശ്യം. ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പം തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിലും VK ഇപ്പോഴത്തെ മേയർ പറഞ്ഞിട്ടുണ്ട് അവർ ഒരുപാട് മുന്നേറ്റ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം BJPയുടെ മേയറാണ് അവിടെ ഒരു മുന്നേറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തിരുവനന്തപുരം BJPയുടെ കയ്യിലേക്ക് പോയത്. അത് BJPയുടെ മേയർ തന്നെയാണ് പറയുന്നത് അവർ ഒരുപാട് മുന്നേറ്റം ചെയ്തിട്ടുണ്ട്. അധികാരത്തിൽ കയറിയതിനു ശേഷം BJPയുടെ മേയർ LDFനെ പുകഴ്ത്തുകയാണ് ചെയ്തത്. ഒരിക്കലുമില്ല. നമ്മൾ കണ്ടതല്ലേ, നമ്മൾ മലയാളികൾ മുഴുവൻ കണ്ടതാണ് അവിടുത്തെ മേയറുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. അവർക്കൊരു വേറൊരു ലൈനാണ് അവരൊക്കെ. വർത്തമാനത്തിൽ മാത്രം ഭയങ്കര ആശയം, ചെയ്ത്തലും ഒന്നുമില്ല എന്നുള്ള പറഞ്ഞ പോലെ. അത് നമ്മൾ കണ്ടതുമാണ്. അവിടെ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചെയ്യില്ലേ? അതിന് തൊട്ട് മുമ്പ് പ്രശാന്തായിരുന്നു മേയർ. അയാളെ അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം MLA ആണ്. അപ്പം അത് ആ ഭരണം അടുത്തത് കൊണ്ടാണ് ആൾക്കാരൊന്ന് മാറ്റി ചിന്തിച്ച് ചെയ്തത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ് എൻ്റെ ഓപ്പോസിറ്റായിട്ട് ബാലുശ്ശേരിയിൽ മത്സരിച്ചത്, സച്ചിൻ ദേവ്. അവർക്കൊക്കെ വേറൊരു ലൈനാണ്, എന്തോ ഭയങ്കര മേളിലെത്തി എന്നുള്ളതുണ്ട്. പിന്നെ അവരുടെ അഹങ്കാരമൊക്കെ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. അപ്പം ആ ഒരു ഇത് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് അവരുടെ പാർട്ടിക്കാർ തന്നെ അവരുടെ സമ്മേളനത്തിലും അവരുടെ ചർച്ചകളിലും പറഞ്ഞതാണ്, അവരുടെ കമ്മിറ്റികളിലും പറഞ്ഞതാണ്. നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ അഹങ്കാരത്തെ പറ്റിയും അതൊക്കെ. ഈ മുൻ വർഷത്തെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഈ വർഷം ഇപ്പോൾ പിഷാരടി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഉപദേശിക്കാനൊന്നുമില്ല. അവന് അത്യാവശ്യം നല്ല അറിവുള്ള ഒരാളാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായിട്ട് അവൻ എന്തൊക്കെയോ ആണെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയപരമായിട്ട് നന്നായിട്ട് പഠിക്കണം. രാഷ്ട്രീയത്തിന് നമ്മുടെ കോമഡിയുള്ള രാഷ്ട്രീയം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അവനോട് പറഞ്ഞൊരു കാര്യം, ഇത്തിരി പൈസ മുടക്കൊക്കെ ഉണ്ടാവോ, പൈസയൊക്കെ കരുതി വെച്ചോ ഒരു ഉപദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാശ് മുടക്കേണ്ടി വരും. അല്ല, കാശ് മുടക്കൽ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൽ എന്തായാലും ഫ്ലെക്സുകൾ അടിക്കണം, അതടിക്കണം, നാട്ടുണ്ടാക്കണം, അനൗൺസ്മെൻ്റ് നടത്തണം, ഒരു ബൂത്തുകളിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി കാര്യത്തിൽ അവൻ ഓക്കെയാണ്. ചേട്ടാ, നമ്മുടെ ഒരു ഫിലിം ഇൻഡസ്ട്രി നോക്കുവാണല്ലേ, ഇപ്പം ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ കൂടുതലും ആളുകൾ രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള രാഷ്ട്രീയമാണ് ആളുകൾ കൂടുതലും തുറന്നു പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അത് പറയാൻ പേടിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ പേടിച്ചിട്ടില്ല. അങ്ങനെ കുറച്ചാളുകളേ ഉള്ളൂ. കുറച്ചാളുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം എൻ്റെ ഒരു കോൺഗ്രസ് കുടുംബമാണ്. എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-32 വർഷം മണ്ഡലം ഭാരവാഹിയൊക്കെ ഇട്ടിരുന്ന ഒരാളാണ്. എൻ്റെ ചേട്ടൻ ജോലി കിട്ടുന്നവരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. ജോലി കഴിഞ്ഞു, പിന്നെ
മണ്ഡലം കമ്മിറ്റിയിലൊക്കെ സജീവമാണ്. ഞങ്ങളുടെ ഒരു കോൺഗ്രസ് കുടുംബമാണ്. ഞാനും അങ്ങനെ വഴിവെട്ടി വന്നതാണ്. നമ്മുടെ എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും ഒരു കോൺഗ്രസിൻ്റെ പതാക എത്തുപതിച്ചായിരുന്നു. എൻ്റെ അമ്മച്ച മരിച്ചപ്പോഴും ഒരു കോൺഗ്രസ് പതാക ഉണ്ടായിരുന്നു. ആ കോൺഗ്രസ് പതാക ഇട്ടിട്ട് ഞാനും പോവുള്ളൂ. അങ്ങനത്തെ ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. വേറൊരു വഴി ചിന്തിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോൾ എന്നെ കോൺഗ്രസ് പാർട്ടി ചാദിച്ചാലും വഞ്ചിച്ചാലും എന്തായാലും കോൺഗ്രസിൽ തന്നെ ഉണ്ടാവും, പാർട്ടിയിൽ തന്നെ ഉണ്ടാവും, പാർട്ടി തന്നെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ആര് പറഞ്ഞാലും അടിയുറച്ച വിശ്വാസിയാണ്. അടിയുറച്ച വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ വരാനായിട്ട് നമുക്ക് ആരും ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ നിയമസഭയിൽ മത്സരിച്ച ആളാണ്. ഞാൻ അതിൽ തന്നെ ഉണ്ടാവും. അത് കുറച്ചു കാലം മുന്നേ വരെ ഇവിടെ നമ്മൾ പേര് കേട്ടിരുന്ന രണ്ട് പാർട്ടികളുടെ ആയിരുന്നു, LDF UDF. ഈ അടുത്ത സമയത്താണ് മൂന്നാമതൊരു പാർട്ടി, വലതുപക്ഷ പാർട്ടി BJPയുടെ കടന്നുവരവ്. കാര്യമായ രീതിയിൽ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പൊ തിരുവനന്തപുരം പിടിക്കുന്നു, ഇപ്പം 35 ഒളിമ്പിക്സ് വരും എന്നുള്ള പത്രികയെ സുരേഷ് ഏട്ടനാണ് തൃശ്ശൂർ എടുക്കുന്നത്, ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പം ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് വിഹിതങ്ങൾ കൂടി വരുന്നു. അപ്പം അവരെ കറക്റ്റായിട്ടൊരു എയിം വെച്ചിട്ട് ഇപ്പൊ ഒരു 5 വർഷം ശേഷം 10 വർഷം ശേഷം ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള രീതിയിൽ വളരെയധികം ഒരു മൂന്നാമത്തെ പാർട്ടിയുടെ ശക്തി കയറി വരികയാണ്. ഈ ഒരു മാറ്റം ഇവര് ഇപ്പൊ സപ്പോസ് BJP പോലൊരു മൂന്നാമത് പാർട്ടി വന്നു കഴിയുമ്പോൾ അത് ബാധിക്കുക ഇടതുപക്ഷത്തെ ആയിരിക്കോ അതെയോ UDF-നെ? UDF-നെ ബാധിച്ചിട്ടുള്ളത് ദേശീയ തലത്തിലാണ്. സംസ്ഥാന തലത്തിൽ UDF-ന് ഭീഷണിയല്ല അല്ല. പക്ഷെ അവരിങ്ങനെ വോട്ട് വിഹിതം പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇതൊക്കെ കൂടി വരുന്നുണ്ട്. അത് നമ്മൾ ഉള്ള സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുന്നുണ്ട്. അത് കൂടി വരുന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ സംസ്ഥാനത്തിന് വലിയ ഭീഷണിയൊന്നുമില്ല. ദേശീയ തലത്തിലാണ്, വടക്കേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് കോൺഗ്രസിനൊരു പാളിച്ച പറ്റിയത്. ഒരു തിരിച്ചുവരവ് ഇനി സാധ്യമാണോ ഈ അടുത്ത കോൺഗ്രസിന്? തീർച്ചയായിട്ടും അത് വരണം. എന്നാലേ ഈ നാടിന് രക്ഷയുള്ളൂ. പക്ഷേ പല തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. ഈ വോട്ട് ക്രമീകരിക്കണതിൽ അതൊക്കെ കുറേ തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ ഈ വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. മാറ്റില്ല. ഇപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് വാർഡ് വിഭജനങ്ങൾ നടത്തി ജയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നോക്കി. പക്ഷേ നടന്നില്ല. എല്ലായിടത്തും UDF-ന് മേൽക്കൈ കിട്ടുന്ന രീതിയിലായിരുന്നു എന്നിട്ടും വന്നത്. എത്ര വാർഡ് വിഭജനം നടത്തിയാലും ആൾക്കാർക്ക് ഭരണത്തോടുള്ള വിദ്വേഷം ആൾക്കാർ വോട്ടിൽ പ്രകടിപ്പിച്ചു. ഈ ചേട്ടൻ മുന്നേ പറഞ്ഞ കുന്നത്തുനാട് എന്നെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, 2020-യുടെ ഒരു സാന്നിധ്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മുൻ വർഷങ്ങളിൽ ഉള്ളതിനെ അത്രയും ഇല്ലെങ്കിൽ പോലും ഈ വർഷങ്ങളിൽ ഇപ്പം അവർ തന്നെ പറയുന്ന രണ്ട് പാർട്ടികളോട് ചേർന്നിട്ട് ഇവരെ ഒഴിവാക്കുന്ന രീതിയിലുള്ളതാണ് പറയുന്നത്. ഈ അങ്ങനെ ഒരു പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു പാർട്ടി എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാൽ അതിപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ പോലെ ഒരു എന്താ പറയണേ, എല്ലാ പാർട്ടിയിൽ നിന്നും വിശ്വാസം ഇല്ലാത്തവർ ചേർന്ന് വരുന്ന ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ആ പാർട്ടിയുടെ ഒരു കടന്നുവരവും അതിനെതിരെ നിന്ന മറ്റു പാർട്ടികൾ ഈ ഇലക്ഷനിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി ഏറെക്കുറെ നിലംപരിശാവുക എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എന്നാലും മുൻ വർഷത്തിനെ അപേക്ഷിച്ച് അവര് താഴെ പോയി.